നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോഴോ അതല്ലെങ്കിൽ കോടതി റിമാൻഡ് ചെയ്യുമ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുക എന്നുള്ളത്. ഇതിലൂടെ ആശുപത്രിയിലെത്താനും കുറച്ച് ദിവസം അവിടെ ചികിത്സ കഴിയാനും ഒക്കെ ഒരു അവസരമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഇതിന് തയ്യാറാകുന്നത്. ഏതാണ്ട് ഇതിന്റെ ചുവട് പിടിച്ചാണെന്ന് തോന്നുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതിയായ അഫാനും ഇന്ന് ഒരു നാടകം കളിക്കാൻ ഇറങ്ങിയത്. ഏതായാലും നാടകം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അഫാനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്ന് പോലീസിന് ഇയാളെ കൊണ്ട് പല സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പ്രധാനമായും ഇയാളുടെ മുത്തശ്ശിയെ കൊന്ന ആ വീട്ടിലെത്തണം. കൂടാതെ അവരുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിൽ പരിശോധന നടത്തണം. പിന്നീട് ഇയാൾ ചുറ്റിക വാങ്ങിയ കട അവിടെ പരിശോധന നടത്തണം. തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇന്ന് അഫാനെയും കൊണ്ട് പോലീസിന് ചെയ്യാനുണ്ടായിരുന്നത്. ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ പോലീസ് അയാളുടെ കയ്യിൽ മാറ്റി ബെർമുഡ ഇടിച്ചാണ് ലോക്കപ്പിൽ സൂക്ഷിച്ചിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, അയാൾ നേരത്തെ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന ആളാണ്. കൊലപാതകം നടത്തിയതിനു ശേഷം പോലീസ് പിടികൂടിയപ്പോൾ താൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കിടന്ന ആളുകൂടിയാണ് അഫാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളെ ലോക്കപ്പിൽ സൂക്ഷിച്ചപ്പോൾ 2 പോലീസുകാർ ഉറക്കമിളച്ച് വെളുക്കോളം ഇയാൾക്ക് കാവലിരിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്നാണ് രാവിലെ ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ വിലം കഴിക്കുകയും തുടർന്ന് ശുചിമുറിയിലെത്തി ഇയാൾ പെട്ടെന്ന് ചാടി വീഴുന്നതാണ് കണ്ടത്. ആത്മഹത്യ ശ്രമമാണ് എന്ന് കരുതിയാണ് പോലീസ് പെട്ടെന്ന് തന്നെ ഇയാളെ കല്ലറയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡോക്ടർമാരുടെ വിശദമായ പരിശോധനയിൽ ഇയാൾക്ക് BP-യിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. ഒരുപക്ഷെ പോലീസിനോടൊപ്പം തെളിവെടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ചുള്ള ടെൻഷനിലാണോ ഇത് ചെയ്തതെന്ന് പലരും സംശയിക്കുമ്പോഴും ഇതൊരു നാടകം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.